ചെയ്യാത്ത ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. രൂപപരിവർത്തനം മാത്രമേ സാധ്യമുള്ളൂ. അതുപോലെ തന്നെ ഈ ഊർജത്തിൻ്റെ ഉള്ളിലും താൻ ചെയ്യുന്ന ദേഹമെന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അതിലടിയുന്നു. അതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ അപ്പോഴും അതിൽ യാതൊരു രീതിയിലുള്ള നാശം സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത അതിസൂക്ഷ്മ പ്രകാശമായ ഞാൻ, ഈ പ്രകാശനിർമ്മിതമായ പ്രപഞ്ചം അഥവാ പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചം, സയൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നതായിരിക്കുന്ന സൂക്ഷ്മ കണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന പ്രപഞ്ചത്തിലിരുന്നു കൊണ്ട് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ഇതിലുണ്ടാകുന്ന സങ്കല്പം, ഇതിലെ മനോഭാവങ്ങൾ, ഇതിലെ വാക്കുകൾ, ഇതിലെ കർമ്മങ്ങൾ, ഇതൊക്കെ ഊർജ്ജമായിട്ട് ഈ പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന നല്ലതും ഞാൻ ചെയ്യുന്ന ചീത്തയും ഒരു മുറിയിലുള്ളിൽ നമ്മൾ ചന്ദനത്തിരി കൊളുത്തി വെക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം നമ്മൾ ആ മുറിയിൽ മുഴുവൻ അനുഭവിക്കുന്നത് പോലെ, കെട്ടുനാറുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ദുർഗന്ധം ആ മുറിയിൽ മുഴുവൻ നിറയും പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന സങ്കല്പങ്ങളും വാക്കുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ മുഴുവനും സ്പ്രെഡ് ആവുന്നുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന മനുഷ്യൻ്റെ അനുഭവവേദ്യമായ ഒരു മേഖല വളരെ ചെറുതാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് അത് അതിവിശാലമാണ്. അതിൻ്റെ യാത്രയും അതിവിശാലമാണ്. ഊർജത്തിൻ്റെ പ്രവാഹവും യാത്രയും അതിവിശാലമാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ ഈ പ്രപഞ്ചവും നമ്മളോട് സഹായിക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ ഭഗവാനോട് സംസാരിക്കുമ്പോൾ അതും ഈ പ്രപഞ്ചത്തിലേക്ക് അലയടിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിന്നാണല്ലോ പോകുന്നത്, മുന്നേ ഇവിടെയെല്ലാം സ്പ്രെഡ് ആകുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചത്തോടും സംസാരിക്കാം. അതേസമയം ഞാൻ എൻ്റെ ആധ്യാത്മികമായിരിക്കുന്ന അനന്തമായ അവിനാശിയായിരിക്കുന്ന സ്ഥിതിയിൽ ആത്മാവിൻ്റെ ഉള്ളിൽ